ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻവാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല ഇതാണ് പറഞ്ഞു വെച്ചത്. കപട വിശ്വാസികളെ പോലെ മുഅ്മിനീങ്ങൾ വർത്തിക്കാൻ പാടുള്ളതല്ല. മുഅ്മിനീങ്ങൾ അവരുടെ സമയം ചെലവഴിക്കേണ്ടത് അള്ളാഹുവിനുള്ള ദിക്റിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ കോർവയുടെ ഒരു തേട്ടം. പിന്നെ ദിക്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ എന്ന് പറഞ്ഞു. അത് വിശുദ്ധ ഖുർആനിൽ ഇപ്പം നമ്മൾ പഠിച്ചു പോയതാണ്. വദ്ദാക്കിരീൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു കർമ്മം നിയമമാക്കിയോ നിശ്ചയിച്ചോ അതിനൊക്കെ എന്തുണ്ട്, ഒരു ഹദ്ദുണ്ട് അല്ലേ? നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെയുള്ള എല്ലാ ഇബാദത്തുകൾക്കും എന്തുണ്ട്, ഒരു ഹദ്ദുണ്ട്. ദിക്റിനെ വെച്ച് ദിക്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിലെന്തില്ല, ഒരു ഹദ്ദില്ല. എത്രയും ലാ യസാലു ലിസാനു റത്ബൻ ബിദിക്രില്ല, നാവ് എപ്പോഴും ദിക്റിനാൽ നനഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തായ നിസ്കാരം, അതുവരെ നമുക്ക് എന്തുണ്ട്, അതിനൊരു ഹദ്ദുണ്ട് അല്ലേ? എല്ലാ സമയത്തും നിസ്കാരമല്ലല്ലോ, നിസ്കാരത്തിനും എന്തുണ്ട്, ഒരു പിന്നെ സമയപരിധി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ദിക്റിന് അങ്ങനെയല്ല. പിന്നെ നമുക്ക് എല്ലാ അവസ്ഥയിലും നമ്മുടെ കഴിഞ്ഞ ആഴ്ച എഴുതിയതുപോലെ നമ്മൾ പിന്നെ ഏതൊരവസ്ഥയിലും ദിക്ർ എന്നുള്ള വിഷയമൊക്കെ എഴുതി. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ബുക്ര എന്ന് പറഞ്ഞെങ്കിൽ പ്രഭാതം, അസീല എന്ന് പറഞ്ഞെങ്കിൽ പ്രദോഷം, അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം. അതിൽ തസ്ബീഹിൽ കഴിയാനാണ്. ഇവിടെ ബുക്റതൻ വഅസീല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ആ രണ്ട് സമയങ്ങൾക്ക് പ്രത്യേകത അല്ല, പിന്നെ എല്ലാ സമയവും എന്നുള്ള അർത്ഥമാണ്. ദിക്റിൽപ്പെട്ടത് തന്നെയാണ് തസ്ബീഹ്. ഒരാൾ അള്ളാഹ്ക്ക് ദിക്ർ എടുക്കുന്നതിൽപ്പെട്ട തന്നെയാണ് ഇത് തസ്ബീഹും. പക്ഷേ ഇവിടെ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല എന്ന് പറയുമ്പോൾ, ഇപ്പം മലക്കുകളെ കുറിച്ച് പറയുമ്പോൾ തനസ്സലുൽ മലായികത്തു വറൂഹു ഫിയ, ജിബ്രീലിനെ പ്രത്യേകം പറഞ്ഞല്ലേ, ജിബ്രീലിൻ്റെ സ്ഥാനത്ത് അറിയിക്കാനാണ്. ദിക്റുകളുടെ കൂട്ടത്തിൽ വിശിഷ്യ തസ്ബീഹിൻ്റെ പ്രാധാന്യം അറിയിക്കാനാണ് ആ പ്രയോഗം. ഇതിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ പരിശുദ്ധപ്പെടുത്താനും അള്ളാഹുവിൻ്റെ പിന്നെ പൂർണ്ണതയെ അറിയിക്കാനുള്ള ഏറ്റവും നല്ല വചനമാണ് തസ്ബീഹ്. അതുകൊണ്ടാണ് നൂഹ് നബി മരിക്കണ സമയത്ത് മക്കളോട് ചെയ്യുന്ന വസിയത്തുണ്ടല്ലോ, രണ്ട് കാര്യം കൊണ്ട് ഞാൻ കൽപ്പിക്കുന്നു, രണ്ട് കാര്യം കൊണ്ട് വിലക്കുന്നു. എന്താ കൽപ്പിച്ച രണ്ട് കാര്യം നൂഹ് നബി മകനോട് അല്ല കൽപ്പിച്ച രണ്ട് കാര്യം, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നിട്ട് അതിൻ്റെ മഹത്വം പറഞ്ഞു കൊടുത്തു. പിന്നെ പറഞ്ഞത് വസുബ്ഹാനല്ലാഹ് വബിഹംദിഹി എന്നാണ്. വസുബ്ഹാനല്ലാഹി വബിഹംദിഹി, അത് രണ്ടും കൽപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹി വബിഹംദിഹി. എന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹിയെ കുറിച്ച് പറഞ്ഞിട്ട് മകനോട് പറയാണ് ഫഇന്നഹാ സലാത്തു കുല്ലി ഷൈഇൻ, എല്ലാത്തിൻ്റെയും സലാത്താണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞു. എല്ലാ വസ്തുക്കളുടെയും സലാത്താണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. വബിഹാ യുർസഖു കുല്ലു ഷൈഇൻ, എല്ലാത്തിനും ഉപജീവനം നൽകപ്പെടുന്ന ഇതുകൊണ്ടാണെന്നാണ്. തസ്ബീഹ് കൊണ്ടാണ് ഉപജീവനം കനിയപ്പെടുന്നതെന്നാണ്. അപ്പോൾ തസ്ബീഹ് നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഉപജീവനത്തിൻ്റെ ഒരു കാരണമാണ്, പ്രധാന കാരണമാണ്. സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, തസ്ബീഹിൻ്റെ പല പദപ്രയോഗങ്ങളുണ്ട്. അതാണ് നൂഹ് നബി മകനോട് വസിയ്യത്ത് ചെയ്തത്, ലാ ഇലാഹ ഇല്ലല്ലയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി. വിരോധിച്ചത് ഷിർക്കും കിബ്റും. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. അനുസാസമാതങ്ങൾ എപ്പോഴും ഉണ്ടല്ല ഈ ദിക്റിൻ്റെ വിഷയത്തിൽ നമുക്കൊക്കെ എളുപ്പം നമ്മൾ അശ്രദ്ധമാകുന്ന ഒരവസ്ഥ കൂടിയാണത്. പിന്നെ അനുസാസമാതങ്ങൾ സഹാബികളെയും കൊണ്ട് മക്കയിലേക്ക് പോകുമ്പോൾ, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ വഴി ബ്ലോക്ക് ആക്കപ്പെട്ടു. ഉംറയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഖുറൈശികൾ സമ്മതിച്ചില്ല. വിശ്വാസമതങ്ങളും സഹാബികളൊക്കെ മദീനയിലേക്ക് ഹിജറ പോയി. ഹിജറയുടെ 6-ാം വർഷം എല്ലാവർക്കും മക്കയിൽ പോകാനും ഉംറ നിർവഹിക്കാനുമുള്ള ഒരു കൽപ്പന വരികയാണ്.
അതിന് സഹസ്രമതങ്ങൾ സ്വപ്നം കാണാം മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും, നിർഭയരായിട്ട് ഉംറ ചെയ്യും, മുടിയെടുക്കുന്നൊക്കെയാണ് ആയത്ത് ഇറങ്ങിയത്. പക്ഷേ എല്ലാവരും ഉംറ ചെയ്യാൻ പോകുമ്പോൾ 1400 പേര് വലിയ മുഹാജിറുകൾക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം എന്താ, ഓലക്ക് ഉംറ നിർവഹിക്കാനാവുക അതിനൊരവസരം, പിന്നെ അവരുടെ എല്ലാം അവിടെ അല്ലേ ഉള്ളത്. അതുകൊണ്ട് ഭയങ്കര പ്രതീക്ഷയിലാണ് പോണത് ഉംറയുടെ വേഷത്തിൽ. അപ്പോഴാണ് അസ്ഫാനിൽ വെച്ചിട്ട് ബ്ലോക്ക്. ഖാലിദ് ഇബ്നുൽ വലീദ് എന്ന് അദ്ദേഹം മുശ്രിക്കുകളുടെ പക്ഷത്താണ്. അദ്ദേഹം അശ്വഭടന്മാരെ കൂട്ടി ഒളിഞ്ഞിരിക്കുകയാണ്. ഇവർ യുദ്ധവേഷത്തിലല്ല, ഉംറ വേഷത്തിലല്ലേ. അപ്പോഴാണ് ഇസ്ലാം മതങ്ങൾ പറയണത് ഇനി മുന്നോട്ട് പോകാൻ തരല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, നേരെ മക്കയിലേക്ക് പോകുന്ന ആ വഴിയിൽ നിന്ന് നേരെ പറയുകയാണ് ഇനി ജിദ്ദയുടെ ഭാഗത്തേക്ക് തിരിയാൻ പറയാണ്. കാരണം അങ്ങോട്ട് പോകാൻ വയ്യ, തിരിയാൻ പറയാണ്. അത് അള്ളാഹു വഹി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് തിരിയാൻ പറയുന്നത്, അല്ലെങ്കിൽ മദീനത്തേക്ക് മടങ്ങി പോകാനല്ലേ പറയാം. അപ്പം ഇങ്ങനെ തിരിയണ സ്ഥലത്താണ് പിന്നെ വാദി അൽ ഖറാർ, വാദി അൽ ഖറാർ അല്ല, സനിയത്തുൽ മുറാർ, വാദി അൽ മുറാർ. മുറാർ എന്ന് പറഞ്ഞാൽ മുറ് പറഞ്ഞാൽ തന്നെ കയ്പ് എന്നാണ്. വാദി അൽ മുറാർ എന്ന് പറഞ്ഞാൽ അത്രയും ദുർഘടമായ വഴിയാണ്. അപ്പോൾ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന എല്ലാവരോടും ഇനി പിന്നെ വാദി അൽ മുറാറിൻ്റെ ഭാഗത്തേക്ക് തിരിയാൻ പറയാണ്. അപ്പോൾ തിരിയും. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, പരീക്ഷണം. ഏറ്റവും പ്രതീക്ഷയിൽ മക്കയിലേക്ക് കാലുത്താൻ ടൈമായ സമയത്താണ് പറയണത് ബ്ലോക്കാണ്, ഇനി പറ്റൂല, ഇങ്ങോട്ട് തിരിയാൻ പറയാം. എന്നിട്ട് തിരിയേണ്ടത് എവിടുക്കാണ്? ഏറ്റവും പ്രയാസകരമായ വാദിയിലേക്ക്. അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആരെങ്കിലും ഈ സനിയത്തുൽ മുറാർ താണ്ടുകയാണ് എങ്കിൽ ഇസ്രായേലിയർക്ക് പുറത്തു കൊടുത്തത്ര അള്ളാഹു പുറത്തു കൊടുക്കുന്ന അറിയുന്നത്. ഇസ്രായേലിയർക്ക് വലിയ പുരുഷാരല്ലേ, 6 ലക്ഷം ആളുകൾ, അവർക്ക് അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അത്ര പുറത്തു കൊടുക്കും ഈ സനിയത്തുൽ മുറാർ മുറിച്ച് കിടക്കുന്നവർക്ക് എന്ന് റസൂലുള്ള പറയാണ്. അപ്പോഴാണ് ആളുകൾ മത്സരം കൂട്ടിയത്. അവിടെ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സനിയത്തുൽ മുറാർ താണ്ടുമ്പോൾ പറയാണ് ഹാദാ ജുംദാൻ മല വന്നു. ജുംദാൻ മല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൃഷ്ടിയിൽ തെളിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി ചൂണ്ടിയിട്ട് പറയണം ഹാദാ ജുംദാൻ സബഖൽ മുഫർരിദൂൻ എന്ന് പറഞ്ഞു. സബഖൽ മുഫർരിദുകൾ മുൻകടന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ വമൽ മുഫർരിദൂൻ, എന്താണ് മുഫർരിദൂൻ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറയാണ് അദ്ദാകിറൂൻ അല്ലാഹ കസീറൻ അദ്ദാകിറൂൻ അല്ലാഹ കസീറൻ, അള്ളാഹ്ക്ക് ധാരാളമായി ദിക്ർ എടുക്കുന്നവർ എന്ന് പറയും. അതെന്തിനാ? ഈ സനിയത്തുൽ മുറാർ താണ്ടാനും പിന്നെ ജുംദാൻ മറികടക്കാനുള്ള ആളുകളുടെ ഒരു പിന്നെ ആവേശവും, അതേപോലെ തന്നെ അവർക്ക് അതിലൊരു ഈ അലസതയിൽ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ദിക്റിനെ വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞാണത്. പിന്നെ സബഖൽ മുഫർരിദീങ്ങൾ സ്വർഗത്തിലേക്ക് മുൻകടന്നു എന്നാണ്, നന്മയിലേക്ക് മുൻകടന്നു എന്നാണ്. അപ്പോൾ വമൽ മുഫർരിദൂൻ എന്ന് വെച്ച് പറഞ്ഞാണ് അദ്ദാകിറൂൻ അല്ലാഹ കസീറൻ, അള്ളാഹ്ക്ക് ധാരാളം ദിക്ർ എടുക്കുന്നവർ. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവിടെ പറഞ്ഞതാണ് ഈ ദിക്റിനെ വർദ്ധിപ്പിക്കാൻ. അതായത് ദിക്റിൻ്റെ അനിവാര്യതയും ആവശ്യകതയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും പിന്നെ ഈ ദിക്റിൻ്റെ വിഷയത്തിൽ ലുബ്ധരാകും, അശ്രദ്ധമാകും. ഇപ്പം ഇന്ന് ഓരോരുത്തർ അവനാണ് വിചാരണ ചെയ്താൽ മതി. ഇന്ന് ഫജ്ർ നിസ്കരിച്ചിട്ട് അദ്കാറു സബാഹ് പ്രഭാത ദിക്റുകൾ ചൊല്ലിയവരാരാ? അതേപോലെ തന്നെ ഇനിയിപ്പോൾ പ്രദോഷമായിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ദിക്റുകൾ ചൊല്ലിയവർ 1 പ്രാവശ്യം ചെല്ലേണ്ടത്, 3 പ്രാവശ്യം ചെല്ലേണ്ടത്, 4 പ്രാവശ്യം ചെല്ലേണ്ടത്, 7 പ്രാവശ്യം ചെല്ലേണ്ടത്, 10 പ്രാവശ്യം ചെല്ലേണ്ടത്, 100 പ്രാവശ്യം ചെല്ലേണ്ടതൊക്കെ അല്ലേ. അതിൽ ചുരുങ്ങിയത് 1 പ്രാവശ്യം ചെല്ലേണ്ടത് തന്നെ ചെല്ലുന്നവർ ആളുകളിൽ വളരെ കുറവാണ്. എന്നിട്ട് പിന്നെ ആളുകൾക്ക് എന്താണ്, ആളുകൾക്ക് പടച്ചവനുള്ളത് എന്ത് ചെയ്യുന്നുള്ളതിൻ്റെ ശ്രദ്ധയല്ല, പടച്ചവനിൽ നിന്നുള്ളത് ഇങ്ങോട്ടുള്ളതിനെക്കുറിച്ചുള്ള ആളുകളുടെ ഒരു വേവലാതി, വിഷമം, അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നുള്ളൊരു തോന്നൽ. ഏതായാലും പിന്നെ ഈ ബോധനങ്ങളുടെ എല്ലാം യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഫലിക്കണം. എന്തിനാണ് ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല? എന്തിനാ? ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമ. അതിനാണ് ഇതൊരു കാരണം പറയുന്നത് പോലെയാണ് ഇത്. എന്തിനാണ് നിങ്ങൾ കൂടുതൽ ദിക്ർ എടുക്കേണ്ടത്? എന്തിനാണ് ബുക്റത്തിലും അസീലും പ്രദോഷങ്ങളിൽ തസ്ബീഹ് നിർവഹിക്കേണ്ടത്? അത് എന്തിന്? അതിൻ്റെ ഒരു കാരണം ബോധിപ്പിക്കുന്നത് പോലെയാണ് പ്രയോഗം. ഹുവല്ലദി, ഹുവ അവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല, ഹുവല്ലദി അവൻ എങ്ങനെയുള്ളവനാണ്?
യുസല്ലി അലൈക്കും. എന്താ യുസല്ലി അലൈക്കും? എന്താ യുസല്ലി? യുസല്ലി എന്താ? യുസല്ലി ഇതിൽ നിന്ന് വന്ന സല അല്ലേ? സലാത്തിൽ നിന്നാണ് അത് യുസല്ലി എത്തത്. ഇവിടെ യുസല്ലി അലൈക്കും, നിങ്ങൾക്ക് മേൽ യുസല്ലി, സല്ലാ യുസല്ലി, അള്ളാഹു സലാത്ത് നിർവഹിക്കുന്നു എന്നാണ്. ഹുവല്ലദി, അവൻ അള്ളാഹു, അവനത്രേ യുസല്ലി അലൈക്കും, നിങ്ങളുടെ മേൽ സലാത്ത് നിർവഹിക്കുന്നവൻ, സലാത്ത് നിർവഹിക്കുന്ന. അപ്പം നിങ്ങൾ കൂടുതൽ അള്ളാഹ്ക്ക് ദിക്റെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് സലാത്ത് ഉണ്ടാവും. വ മലായികത്തുഹു, അള്ളാഹുവിൻ്റെ മലക്കുകളും. അള്ളാഹു നിങ്ങൾക്ക് സലാത്ത് നിർവഹിക്കും, നിങ്ങൾ ദിക്റെടുക്കുന്നവർക്ക്, വിശ്വാസികൾക്ക്. അള്ളാഹുവിൻ്റെ മലായികത്തും നിങ്ങൾക്ക് വേണ്ടി സലാത്ത് നിർവഹിക്കുന്നു എന്നാണ്. നമ്മൾ സലാത്തിനെ കേട്ടിട്ടുണ്ട് എവിടെ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂൻ അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആയത്തിറങ്ങിയപ്പോൾ വിശ്വാസികൾ ചോദിക്കുകയാണ്, തിരുദൂതരെ ഇത് നിങ്ങൾക്കാണല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാത്ത് നിർവഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, റസൂലേ നിങ്ങൾക്ക് ഖാസത്തൻ, നിങ്ങൾക്ക് പ്രത്യേകമാണിത്, ഞങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കാൻ. ഇമാം ഖുർത്തുബി തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഖാസായിട്ടാണല്ലോ പറഞ്ഞത്, ഞങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ തന്നെ ഇത് ഓതി കൊടുത്തതാണ്, ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികത്തുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് സലാത്തുണ്ട്, സലാമുണ്ട് പ്രത്യേകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമല്ല വിശ്വാസികൾക്കും ഉണ്ട്. അതാണ് ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികത്തുഹു. തയ്യിബ്, എന്താ അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത്? ഹുവല്ലദീ യുസല്ലി അലൈക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത് എന്താ? അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത് അതിലേറ്റവും ബലപ്പെട്ടത് സന ആണ്. അള്ളാഹുവിൻ്റെ പ്രശംസയും പുകഴ്ത്തലുമാണ് സന, അള്ളാഹുവിൻ്റെ പുകഴ്ത്തൽ, പ്രശംസ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉപരിലോകത്ത് മലക്കുകളോട് പ്രശംസിച്ച് പറയുക, നമ്മളെ പുകഴ്ത്തി പറയുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ സലാത്ത്. അത് വലിയ കാര്യമല്ലേ? അള്ളാഹു നമ്മളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ, നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർക്കുന്നു, നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു, പ്രത്യേകം പരാമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ? പിന്നെ നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ അതെന്താ? അത് വലിയ വിഷയമല്ലേ? ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സൂറത്തുൽ ബയ്യിന ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, അത് നിങ്ങൾക്ക് ഓതി തരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു, അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യിനോട് പറയാണ്. അപ്പോൾ ഉബയ്യ് പറയാണ്, എൻ്റെ പേര് അള്ളാഹു പറഞ്ഞോ? എൻ്റെ പേര് അള്ളാഹു പറഞ്ഞോ? എന്നിട്ട് അദ്ദേഹം കരയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പരാമർശിക്കുക എന്നുള്ളത് തന്നെ അദ്ദേഹത്തെ ആനന്ദഭരിതമാക്കിയതാണ്. അപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രശംസിച്ച് ഉപരിലോകത്ത് മലക്കുകളോട് പറയുക എന്നുള്ളത് വലിയ കാര്യമാണ്. ആ പ്രശംസയാണ് ഇവിടെ ഉദ്ദേശം. ഹുവല്ലദീ യുസല്ലി അലൈക്കും, അള്ളാഹുവാണ് നിങ്ങളെ പ്രശംസിക്കുന്നത്, പുകഴ്ത്തുന്നത്. അതാണ് ഇവിടെ സലാത്ത്, അള്ളാഹിൻ്റെ സലാത്ത്. അതാണ് ചിലർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ സലാത്ത് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ റഹ്മത്താണ്. ചിലർ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ബറക്കത്താണ്. ചിലർ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കറാമത്താണ്. അതാണ് അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത്. ഇതാണ് ഇതിൽ പ്രധാന ഉദ്ദേശം. അബുൽ ആലിയ റയാഹി, അത് അള്ളാഹുവിൻ്റെ സലാത്ത് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള പുകഴ്ത്തൽ, പ്രശംസ. അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്താണ് അള്ളാഹിൻ്റെ സലാത്ത്. യുസല്ലി അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ അള്ളാഹിൻ്റെ റഹ്മത്ത് വരുന്നു എന്നുള്ളതാണ്, നൽകുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ സലാത്തും റഹ്മത്തും വേറെയാണ്. ഇപ്പോൾ ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വ റഹ്മ, എന്താ ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം, അവരുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള സലവാത്ത് ഉണ്ട്, വ റഹ്മത്തുണ്ട്, റഹ്മത്തും ഉണ്ട് എന്നാണ്. അപ്പോൾ സലാത്തും റഹ്മത്തും വേറെയാണ്. ആർക്കാ ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വ റഹ്മ? ആർക്കാ? സബറുള്ളവരായി ക്ഷമിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവർക്കാണ് ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വ റഹ്മ. അവിടെ സലാത്തും റഹ്മത്തും വേറെയാണ്. അപ്പോൾ സലാത്ത് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? സന, അള്ളാഹു എന്നുള്ള പ്രശംസയാണ്.
ഹുവല്ലദീ യുസല്ലി അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹു സലാത്ത് നിർവഹിക്കുന്നു. അള്ളാഹു നിങ്ങളെ പ്രശംസിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് വീഴ്ത്തുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് അനുഗ്രഹങ്ങൾ നിങ്ങളിൽ ആശംസിക്കുന്നു. അള്ളാഹുവിൻ്റെ കറാമത്ത് ആദരവുകൾ കറാമത്തുകൾ നിങ്ങളിൽ അവതരിപ്പിക്കുന്നു. ഇതൊക്കെ ഇത് തഫ്സീറായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. തൈ അപ്പോൾ എന്തുകൊണ്ട് ദിക്ർ എടുക്കണം? ഹുവല്ലദീ യുസല്ലി അലൈക്കും, അള്ളാഹു അവനത്രേ നിങ്ങളുടെ മേൽ പ്രശംസ ചൊരിയുന്നത്, നിങ്ങളെ പുകഴ്ത്തുന്നത്. അള്ളാഹു പ്രശംസിക്കുക എന്ന് പറഞ്ഞെങ്കിൽ വലിയ കാര്യമാണത്. അള്ളാഹു നമ്മൾ ഓർക്കുക എന്നുള്ളത് തന്നെ നോക്കി, നിങ്ങൾ ഉദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഓർക്കും എന്ന് അറിയില്ല. അള്ളാഹു നമ്മളെ കേവലം ഒന്ന് ഓർക്കുക എന്നുള്ളത് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള വലിയ ആദരവാണ്. അപ്പോൾ നമ്മൾ ഓർത്ത് നമ്മളെ പരാമർശിച്ച് നമ്മളെ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. തയ്യിബ് ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു, മലായികതുഹു അള്ളാഹുവിൻ്റെ മലക്കുകളും നിങ്ങളുടെ മേൽ സലാത്ത് നിർവഹിക്കുന്നു എന്നാണ്. എന്താ മലക്കുകളിൽ നിന്നുള്ള സലാത്ത്? മലക്കുകളിൽ നിന്നുള്ള സലാത്ത് അത് ഒന്ന് മലക്കുകളുടെ ദുആയാണ്, മലക്കുകളുടെ ദുആ, അല്ലെങ്കിൽ മലക്കുകളുടെ ഇസ്തിഗ്ഫാർ. മലക്കുകളുടെ ഇസ്തിഗ്ഫാർ എന്താ? മലക്കുകളുടെ ഇസ്തിഗ്ഫാർ, മലക്കുകളുടെ ഇസ്തിഗ്ഫാർ നമ്മളുടെ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ നമുക്ക് വേണ്ടി തേടുകയാണ്. നമ്മളുടെ വീഴ്ചകൾ, കുറവുകൾ പരിഹരിക്കാൻ, പൊറുക്കാൻ മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് തേടുന്നതാണ് ഇത് മലക്കുകളുടെ സലാത്ത്. മലക്കുകളുടെ സലാത്ത് അല്ലെങ്കിൽ മലക്കുകൾ പൊറുക്കലിൻ്റെ തേടൽ മാത്രമല്ല, മൊത്തത്തിലുള്ള ദുആ, മലക്കുകളുടെ ദുആ, അതാണ് മലക്കുകളുടെ സലാത്ത്. അല്ലെങ്കിൽ മലക്കുകളുടെ മലക്കുകളും നമ്മളെ പുകഴ്ത്തുക. അള്ളാഹുവിങ്കൽ അള്ളാഹു നമ്മളെ പ്രശംസിക്കുന്നു, മലക്കുകളും നമ്മളെന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. മലക്കുകളുടെ ദുആ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താ? അതിൻ്റെ ആവശ്യകത എന്താ? മലക്കുകൾ ഒരു പാപവും ചെയ്യാത്ത അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്, അല്ലേ? മലക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അല്ല, മലക്കുകൾ എന്താ ഉദ്ദേശം? മലക്കുകൾ ആലമുൻ ഗൈബി, അദൃശ്യ ലോകമാണ്. അവർ മസൂമൂൻ, പാപസുരക്ഷിതരാണ്, തെറ്റ് ചെയ്യാത്തവരാണ്. അവർ മുഖറബീങ്ങളാണ്, അള്ളാഹുവിങ്കലേക്ക് അടുപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനോടടുത്ത് അവർ നമുക്ക് വേണ്ടിയിട്ട് ശഫാഅത്ത് ചെയ്യാൻ, നമുക്ക് വേണ്ടിയിട്ട് തേടുകയാണ്. അപ്പം മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ തേടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് കേൾക്കും, അള്ളാഹു നമുക്കത് കനിയുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു നിങ്ങളുടെ മേൽ സലാത്ത് നിർവഹിക്കുന്നു. മലായികത്തുഹു, അള്ളാഹുവിൻ്റെ മലക്കുകളും. ഈ മലായികത്തുഹു എന്നുള്ള ഇവാഫത്ത് തന്നെ നോക്കി നിങ്ങൾ, മലായികത്ത് എന്നുള്ളതിനെ എന്ത് ചെയ്തു? ഈ ഹായിലേക്ക് ഇവാഫത്ത് ചെയ്തു. അത് ഇവാഫത്ത് തശ്രീഫ് എന്നാ പറയുക. അവൻ്റെ മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്നാണ്. അത് അള്ളാഹുവിലേക്ക് ചേർത്തത് അവർക്കുള്ള സ്ഥാനത്തെ അറിയിക്കാനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മലായികത്ത് അവരും സലാത്ത് നിർവഹിക്കും നിങ്ങളുടെ മേൽ, നിങ്ങൾ കൂടുതൽ ദിക്ർ എടുത്തോളി എന്നാണ് പറയുന്നത്. അവിടെ മലായികത്തുഹു, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സലാത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഒന്നുകിൽ മലക്കുകൾ നിർവഹിക്കുന്ന ദുആ, അല്ലെങ്കിൽ മലക്കുകൾ നമുക്ക് വിശ്വാസികൾക്ക് വേണ്ടി നിർവഹിക്കുന്ന ഇസ്തിഗ്ഫാർ, പാപമോചനത്തേട്ടം, അല്ലെങ്കിൽ അള്ളാഹുവിനോട് മലക്കുകൾ നമ്മളെക്കുറിച്ച് പോയിട്ട് പറയണം, നമ്മളെ പ്രശംസിച്ച് പറയണം. മലക്കുകളല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കർമ്മങ്ങൾ എന്ത് എന്ന് നിരീക്ഷിക്കാൻ, നമ്മുടെ കർമ്മങ്ങൾ എഴുതാൻ, നമ്മളെ നോക്കാൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കൂലേ മലക്കുകൾ മാനം കയറുമ്പോൾ, കൈഫ തറക്തും ഇബാദി, എൻ്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ച് വന്നത്? അപ്പോഴാണ് തറക്തുഹും, ഞാൻ അവരെ വിട്ടുവെച്ചെന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മലക്കുകൾ പറയാം. അപ്പം മലക്കുകൾ നമ്മളവിടെ പുകഴ്ത്തി പറയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആദരവിന് നമ്മൾ പാത്രീഭൂതരാകുന്ന വലിയൊരു വിഷയമാണ് മലക്കുകളുടെ പ്രശംസ. സൂറത്ത് ഗാഫിറിൽ ഈ മലക്കുകളുടെ ദുആ അല്ല വിശ്വാസികൾക്ക് വേണ്ടി എന്താ ദുആ? അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദിഹി, അല്ലേ? എന്താ പറഞ്ഞത്? റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ, അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? ഫഗ്ഫിർ ലില്ലദീന താബു, അല്ലേ? ഫഗ്ഫിർ, മലക്കളുടെ പ്രാർത്ഥന. ഫഗ്ഫിർ റബ്ബന, ഞങ്ങളുടെ റബ്ബേ എന്ന് വിളിച്ചിട്ട് പറയുന്നത് ഫഗ്ഫിർ ലില്ലദീന താബു, പശ്ചാത്തപിച്ചവർക്ക് നീ പുറത്തു കൊടുക്ക് എന്ന് മലക്കുകൾ ദുആ ചെയ്യല്ലേ? മലക്ക് അവിടെ ഫഗ്ഫിർ ലില്ലദീന താബു ഇസ്തിഗ്ഫാറാണ്. അവിടെ തീർന്നില്ല, അതിൻ്റെ തുടർച്ചയിൽ എന്താ പറയണത്?
വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ ലത്തി വഅദ്തഹും വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം എന്നൊക്കെ തന്നെയല്ലേ. വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ, ഈ വിശ്വാസികളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ, നിത്യവാസത്തിൻ്റെ സ്വർഗീയ തോപ്പുകളിൽ. അവരെ മാത്രമല്ല, വമൻ സലഹ മിൻ ആബാഇഹിം, അവരെ മാതാപിതാക്കളെ, പിന്നെ അസ്വാജിഹിം ഇണകളെ, വദുർരിയാതിഹിം അവരുടെ സന്തതികളെയൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇസ്തിഗ്ഫാർ മാത്രമല്ല, ദുആ ഉണ്ട് അല്ലേ, അതിനപ്പുറം ദുആ ഉണ്ട്. പിന്നെ ഉണ്ട്, വേറെയുണ്ട്, തീർന്നില്ല. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അത്ര തേടൂല. പിന്നെന്താ, വഖിഹിമുസ്സയ്യിആത്ത്, വഖിഹിമുസ്സയ്യിആത്ത്, തിന്മകളിൽ നിന്ന് നീ അവരെ ചെറുക്കണമേ, തടുക്കണമേ. വഖിഹിമുസ്സയ്യിആത്ത് വമൻ തഖി സയ്യിആത്ത് സൂറത്തുൽ ഗാഫിറിൽ എടുത്തേ. പിന്നെ റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. ഷൂഫ്, വഖിഹിം അവരെ നീ കാക്കണമേ, പിന്നെ അദാബൽ ജഹീം നരക ശിക്ഷയിൽ നിന്ന്. മലക്കുകൾ പറയുന്നത് നരക ശിക്ഷയിൽ നിന്ന് അവരെ കാക്കണമേ. പിന്നെയാണ് പറയുന്നത് റബ്ബന വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ തജ്രി ജന്നാത്തി അദ്നിൻ അല്ലത്തി വഅദ്തഹും വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം വഖിഹിമുസ് സയ്യിആത്ത് വമൻ തഖി സയ്യിആത്തി യൗമഇദിൻ ഫഖദ് റഹിംത. എന്തൊക്കെ കാര്യങ്ങളാണ്! പാപം പൊറുക്കാൻ, പിന്നെ നരകത്തിൽ നിന്ന് കാക്കാൻ, അവരെയും മാതാപിതാക്കളെയും മക്കളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ, പിന്നെ തിന്മകളിൽ നിന്ന് അവരെ കാത്തു നിർത്താൻ, സംരക്ഷിച്ച് നിർത്താൻ. ഇതൊക്കെ ആരാ തേട്ടാണ്? മലക്കളുടെ തേട്ടം. ആർക്ക്? അള്ളാഹുവിന് കൂടുതൽ ദിക്റിൽ കഴിയുന്നവർക്ക്. മലക്കളുടെ അപ്പം തട്ട് നോക്കി നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ദ്വാരക്കുകയാണെങ്കിൽ ഇത്ര ദ്വാരക്കോ? ഈ വിഷയങ്ങളൊക്കെ ഇത് വരുമോ? അപ്പം അതാണ് മലക്കുകളുടെ പിന്നെ സലാത്ത്. അതാണ് മലക്കുകളുടെ സലാത്ത്. ദുആ, ഇസ്തിഗ്ഫാർ, സന, അത് നമുക്ക് ഉണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു. ഇവിടെ ഒരു വ്യാകരണത്തിൽ ഒരു വിഷയമുണ്ട്. ഇത് ചിലരൊക്കെ ചിലപ്പോൾ ചോദിക്കും ചെയ്യുന്നത്. ഇപ്പം യുസല്ലി അലൈക്കും, കും എന്നുള്ളതല്ലേ, കും എന്നുള്ളത് ദമീറല്ലേ, സർവനാമാണ്. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യണം? അത്ഫ് ചെയ്യണം. വ മലായികതുഹു എന്നുള്ളതിന് അത്ഫ് ചെയ്യാണ്. നിങ്ങൾ കേൾക്കാത്ത മാതിരി ഇത് പിന്നെ നിന്നോളി. മുത്തസിലായ ദമീറിലേക്ക് അത്ഫ് ചെയ്യുമ്പോൾ മൂഫസിലായ ദമീറിനെ ഇടയിൽ കൊണ്ടുവരണം എന്നാണ് ഒരു നിയമം. എന്ന് പറഞ്ഞാൽ വല്ലദീ യുസല്ലി അലൈക്കും ഹുവ വ മലായികതുഹു എന്ന് പറയുന്നതാണ്. ഹുവ വ മലായികത്തു. ഈ ദമീറിലേക്ക്, മുത്തസിലായ ഈ ദമീറിലേക്ക് അത്ഫ് ചെയ്യുമ്പോൾ നേരിട്ട് അത്ഫ് വരില്ല. പിന്നെ മുൻഫസിലായ ദമീർ ഇടയിൽ കൊണ്ടുവന്നിട്ട് പിന്നെയാണ് അത്ഫ്. ഹുവല്ലദീ യുസല്ലി അലൈക്കും ഹുവ വ മലായികതുഹു അങ്ങനെ പറയാം. പക്ഷേ ഇവിടെ ഹുവ പറഞ്ഞില്ല. എന്തുകൊണ്ട്? അത് ഇവിടെ മലായികതുഹു എന്നതിനെ ഇദാഫത്ത് ചെയ്തുകൊണ്ടാണ്. വൽ മലായികത്തു എന്നായിരുന്നെങ്കിൽ ഹുവ വേണം. പക്ഷേ ഇവിടെ വൽ മലായികത്തു അല്ല, പിന്നെ മലായികതുഹു എന്നാണ്. അത് കാരണത്താലാണ് അവിടെ ഈ നിയമം, ഇതൊരു പൊതു നിയമമാണ് വ്യാകരണത്തിൽ, അത് പിന്നെ പാലിക്കാതിരുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ മുഫസിലായ ദമീർ കൊണ്ടുവരാതിരുന്നത് എന്നതാണ് അതിൻ്റെ തത്വം. അത് ഞാനൊരു ഇവിടെ ഒന്ന് പ്രസ്താവിച്ചിട്ടാണ്. കാരണം ഇതൊരു വ്യാകരണത്തിലൊരു പ്രധാന മസലാണ്. വിശുദ്ധ ഖുർആൻ്റെ വ്യാകരണ പിശകുകൾ പലരും എന്ത് ചെയ്യും, പിന്നെ വിവരക്കേടിനാൽ ഇങ്ങനെ പറയും. വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും എന്തില്ല, ഇത് റബ്ബിൻ്റെയാണ്, ഇത് സമ്പൂർണ്ണമാണ് വ്യാകരണ പിശകുകൾ. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യും, ഇത് ഉദ്ധരിക്കും. ഇപ്പം നമ്മളൊക്കെ പിന്നെ വ്യാകരണം പഠിക്കുന്ന സമയത്ത് ഈ തത്വം പഠിക്കും. ദമീറിലേക്ക് അത്ഫ് ചെയ്യുമ്പോൾ മുത്തസിലായ ദമീറിലേക്കാണ് അത്ഫ് എങ്കിൽ മുൻഫസിലായ ദമീറിനെ കൊണ്ടുവരണം എന്നുള്ളത് പഠിക്കും. അപ്പോൾ ഇതെന്താ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ അവിടെ ഇല്ലാതിരിക്കാൻ കാരണം എന്താ? അതിന് വേറൊരു നിയമം അവിടെ ഉണ്ട്. വൽ മലായികത്തു എന്നാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇവിടെ മലായിക എന്നല്ല, പിന്നെ മലായികതുഹു എന്നുള്ളതാണ്. ഈ പിന്നെ അത്ഫ് ചെയ്യപ്പെട്ട ഇസ്മിനെ ഇദാഫത്ത് ചെയ്തത് കാരണത്താലാണ് ഇവിടെ മുൻഫസിലായ ദമീർ കൊണ്ടുവരാതിരുന്നത് എന്നുള്ളതാണ് അതിന് ഇത്. അതും വ്യാകരണത്തിനൊരു നിയമമാണ്. പക്ഷേ ഈ അല്പജ്ഞാനികളുണ്ടല്ലോ,
അല്പജ്ഞാനികൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ നാടന്മാർ പറയും വെളുമ്പാട്ടി പരലിന് തുപ്പൽ കിട്ടിയ മാതിരി അതുകൊണ്ട് ഒരൊറ്റ പോക്ക കിട്ടിയതായിട്ട് പിന്നെ മൂപ്പര് രംഗം എരപ്പാക്കും. ഏതായാലും വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല ഇത് സമ്പൂർണ്ണമാണ്, ഇതിലൊരു പ്രശ്നമല്ല. അൽഹംദുലില്ലാഹ്. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ. എന്താ ലിയുഖ്രിജകും? ശുഫ്, അള്ളാഹു നമ്മളുടെ മേൽ സലാത്ത് നിർവഹിച്ചാൽ, മലക്കുകളിൽ നിന്നുള്ള സലാത്ത് നമുക്കുണ്ടായാൽ എന്താ അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ ഗുണം എന്താ? അതാണ് ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ. നിങ്ങളെ ലിയുഖ്രിജകും ഇഖ്റാജ് ചെയ്യാൻ വേണ്ടി, അഖ്റജ യുഖ്രിജു ഇഖ്റാജ്, നിങ്ങളെ ഇഖ്റാജ് ചെയ്യാൻ വേണ്ടി. എവിടെ നിന്ന്? മിനദ്ദുലുമാത്ത്, ദുലുമാത്തിൽ നിന്ന് ഇലന്നൂർ, നൂറിലേക്ക്. നൂർ പ്രകാശം, ദുലുമാത്ത് അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നിങ്ങളെ ലിയുഖ്രിജകും. സലാത്തിൻ്റെ, അള്ളാഹുവിൻ്റെ സലാത്ത് നമുക്ക് നേരുണ്ടായാൽ, മലക്കുകളുടെ സലാത്ത് നമുക്കുണ്ടായാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം, ഗുണം അതിതാണ്. ഇരുട്ടിൽ നിന്ന് നമ്മൾ കയറും എന്നുള്ളതാണ്. തയ്യും. എന്താണ് ഇവിടെ യുഖ്രിജക്കും? നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി, പുറത്തെടുക്കാൻ വേണ്ടി എന്നാണ്. അഖ്റജ യുഖ്രിജു, പുറത്തെടുക്കുക. ലി യുഖ്രിജക്കും, നിങ്ങളെ പുറത്തെടുക്കാൻ വേണ്ടി, പുറപ്പെടുവിക്കാൻ വേണ്ടി. മിന ദുലുമാത്ത്, ദുലുമാത്തിൽ നിന്ന് ഇലന്നൂർ പ്രകാശത്തിലേക്ക് എന്നാണ്. അപ്പോൾ ഈ അള്ളാഹ് നമുക്ക് സലാത്ത് നിർവഹിച്ചാൽ, മലക്കുകളുടെ സലാത്ത് നമുക്ക് ഉണ്ടായാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നമ്മൾ പുറത്തു വരും എന്നുള്ളത്. ഇവിടുന്ന് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്. എന്താണ് അപ്പോൾ ഇവിടെ ഉദ്ദേശം? ഈ ദിക്ർ ചെല്ലുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല സലാത്ത് നിർവഹിക്കുന്നവർ, അവർ ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നവരല്ലേ? ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടല്ലേ ദിക്ർ നിർവഹിക്കണത് അള്ളാഹ്ക്ക്, അല്ലേ? അതുകൊണ്ടല്ലേ അള്ളാഹുവിൽ നിന്ന് സലാത്ത് വരുന്നത്. പിന്നെന്താ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് പ്രകാശത്തിലേക്ക്, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നതുകൊണ്ടല്ലേ ദിക്ർ ചെല്ലണത്, അള്ളാഹുവിൻ്റെ സലാത്ത് വരുന്നത്. പിന്നെ എന്താണ്? അള്ളാഹുവിൽ നിന്ന് സലാത്തുണ്ടായാൽ, മലക്കുകളിൽ നിന്ന് സലാത്തുണ്ടായാൽ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞത്. തിരിച്ചു പോവേ, തിരിച്ചു പോകാതിരിക്കാൻ. അങ്ങനെ വെച്ചാൽ അള്ളാഹിൻ്റെ സലാത്ത് വരുമല്ലോ. കാപ്പറ്റ്യവും കച്ചറിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സലാത്ത് കിട്ടിയല്ലേ. അപ്പോൾ ദിക്ർ ചെല്ലുന്നത് ഫലം കൊണ്ടിട്ടല്ലേ. അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശം അതിൻ്റെ ഇസ്തിസാദ, സിയാദത്ത്, വർധനവും, പിന്നെ അതിൻ്റെ ദവാം, അതിൻ്റെ തുടർച്ച, നിത്യത, അതാണ് ഉദ്ദേശം. ലി യുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള നിങ്ങളുടെ പുറത്തു വരലുണ്ടല്ലോ, അത് സദാ തുടരാൻ, ഇനിയൊരു വ്യതിചലനം നിങ്ങൾക്കില്ലാതിരിക്കാൻ, അതിൽ വർധനവുണ്ടാകാൻ. ശരിയാണ്. അന്ധകാരം, അന്ധകാരങ്ങളിൽ നിന്ന്, ഇവിടെ അന്ധകാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം എന്താ? ഇവിടെ അന്ധകാരം എന്നുള്ളത് കൊണ്ട് കുഫർ ഉദ്ദേശമാണ്, അല്ലേ? ജഹൽ ഉദ്ദേശമാണ്, ബലാലത്ത് വഴികേട് ഉദ്ദേശമാണ്, വഴികേട്. ദുലുമാത്ത് ബഹുവചനാണ് പ്രയോഗിച്ചത്. കുഫർ ഇരുട്ടുകളാണ്, അന്ധകാരങ്ങളാണ്. ജഹിൽ വിവരക്കേട്, ഇരുട്ടുകളാണ്. ബലാലത്ത് അതിന് പല മുഖങ്ങളാണ്, പല വഴികളാണ്, പലതാണ്. അതുകൊണ്ടത് വഴികേടുകളാണ്. അതിൽ നിന്ന് ഇസ്ലാമിലേക്ക്, ഇൽമിലേക്ക്, അറിവിലേക്ക്, പിന്നെ ഹുദ, സന്മാർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കുഫറിൽ നിന്ന് ഇസ്ലാമിലെത്തിയിട്ടുണ്ട്, ജഹിലിൽ നിന്ന് ഇൽമിലേക്ക് എത്തിയിട്ടുണ്ട്. ബലാലത്തിനപ്പുറം നമ്മൾ ഹുദയിലാണുള്ളത്. പക്ഷേ ലി യുഖ്രിജകും എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ അവിടെ ഉദ്ദേശം അത് നമുക്ക് സ്ഥിരപ്പെടാൻ, നിത്യമാകാൻ, അത് നമുക്ക് കൂടുതലാകാൻ, അതാണ് ഇവിടെ ഉദ്ദേശം. ലി യുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ സലാത്ത്, മലക്കുകളുടെ സലാത്ത്, അതിൻ്റെ ഏറ്റവും വലിയ ഗുണവും നേട്ടവും നമുക്കുള്ള ഇസ്ലാമും ഇൽമും സന്മാർഗം, ഹുദയും അതെന്ത് ചെയ്യും? ഒക്കെ അത് സ്ഥിരപ്പെടും. അതിൽ നമുക്ക് വ്യതിചലനം ഉണ്ടാവില്ല.
അത് നമുക്ക് കൂടുതലായി കിട്ടും എന്നുള്ളതാണ്. ലിയഖ്റുജക്കും മിനൽ ളുലുമാതി ഇലന്നൂർ. പ്രത്യേകിച്ച് ഇത് ഈ ഹുദ, സന്മാർഗം, ഇത് നമുക്കതിൽ കൂടുതൽ കിട്ടുക എന്നുള്ളത്, അതേപോലെ തന്നെ നമുക്ക് ഇൽമ്, അറിവ് കൂടുതൽ ലഭിക്കുക എന്നുള്ളത് അത് വലിയ കാര്യമല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതല്ലേ, നമ്മളുള്ള നിലവാരത്തിൽ നിന്ന് നമുക്കുള്ള സൽവഴി അത് കൂടുതലാകുക എന്നുള്ളത്, നമുക്കുള്ള അറിവ് അതിൻ്റെ അനുപാതം വർദ്ധിക്കുക എന്നുള്ളത് വലിയ കാര്യമല്ലേ. അതാണ് അള്ളാഹുവിൻ്റെ സലാത്ത് ഉണ്ടായാൽ അതിൻ്റെ ഗുണം എന്നുള്ളതാണ്. ഞാൻ പിന്നെ ചരിത്രം വായിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാൻ്റെ ഒരു വിഷയം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കേസ് വന്നു. അതിൽ രണ്ട് പെണ്ണുങ്ങളും വന്നു, ഒരു പുരുഷനും വന്നു ഉമറിൻ്റെ അടുക്കലേക്ക്. ഒരാണും വന്നു, അതൊരു ഭർത്താവാണ്. പിന്നെ രണ്ട് സ്ത്രീകൾ വന്നു. അവർ സഹോദരിമാരാണ് ഉമറിൻ്റെ അടുക്കലേക്ക് വന്നത്. ഇവരെന്തിനാണ് വന്നത്? ഈ വ്യക്തിയുടെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പെണ്ണ് മരണപ്പെട്ടിട്ടുണ്ട്, അത് ഇയാളുടെ ഭാര്യയാണ്. ഈ രണ്ട് പെണ്ണുങ്ങൾ ആരാണ്? ഇതിൻ്റെ സഹോദരിമാരാണ്. പറഞ്ഞ മനസ്സിലായി? ഒരു സ്ത്രീ മരണപ്പെട്ടു, അപ്പോൾ അതിൻ്റെ ഭർത്താവും ഈ സ്ത്രീയുടെ രണ്ട് സഹോദരിമാരും ഉമറിൻ്റെ അടുക്കലേക്ക് വന്നു. എന്തിനാണ് വന്നത്? ഇവരുടെ സ്വത്ത് ഓഹരി കിട്ടാനാണ്. ഈ സ്ത്രീക്ക് മക്കളില്ല. അപ്പോൾ അവരുടെ ഭർത്താവിന് എത്രയായിരിക്കും സ്വത്തോരി? ഒരു ഭാര്യ മരണപ്പെട്ടു, അപ്പം ഭർത്താവിന് എത്ര സ്വത്തോരി വരിക? ഈ പെണ്ണിന് മക്കളില്ലെങ്കിൽ സ്വത്തോഹരി അയ്യുഹന്നാസ് പകുതി. മക്കളുണ്ടെങ്കിലോ? ഈ പെണ്ണിന് മക്കളുണ്ടെങ്കിലോ? ഇതിന് മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് 4/1. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും, വലക്കും നിങ്ങൾക്കുണ്ട്, നിസ്ഫു മാ തറക അസ്വാജുക്കും നിങ്ങളുടെ ഭാര്യമാർ വിട്ടേച്ചതിൽ പകുതി, 10 സ്വത്തോരി. ഇല്ലം യകുല്ലഹുന്ന വലദൻ, അവർക്ക് മക്കളില്ലെങ്കിൽ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞാണത്. ഇവർക്ക് മക്കളില്ലെങ്കിൽ എന്ന് പറയാൻ കാരണം, ഈ ഭർത്താവിൽ മക്കളാകട്ടെ, അതല്ല ഇയാളല്ലാത്ത ഭർത്താക്കന്മാരിൽ മക്കളാകട്ടെ, ഏത് മക്കളായാലും ഇവർക്ക് മക്കളുണ്ടോ ഭർത്താവിന് പകുതി, മക്കളില്ലെങ്കിൽ പകുതി, മക്കളുണ്ടെങ്കിൽ 4/1. ഇതാണ് വലഹുന്ന റുബു ഇല്ലം യകുല്ലക്കും വലദുൻ, നിങ്ങൾക്ക് മക്കളില്ല എങ്കിൽ അവർക്ക് 4/1. ഇനി നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിലോ വലഹുന്ന സും, അവർക്ക് 8/1. അങ്ങനെയാണ്. ഇയാൾക്ക് എത്ര സ്വത്തോരി? ഉമറിൻ്റെ അടുക്കൽ വന്നിട്ട് ഇവർ പറയാണ്, ഭാര്യ മരിച്ചു, എനിക്ക് സ്വത്ത്, അവരുടെ മക്കളില്ല, അതുകൊണ്ട് എനിക്ക് അവരുടെ സ്വത്തിൻ്റെ പകുതി അള്ളാൻ്റെ കിതാബ് പ്രകാരം തരണമെന്നാണ്. അള്ളാൻ്റെ കിതാബ് പ്രകാരം തരണം. അള്ളാൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും, ഭാര്യമാർ വിട്ടച്ചതിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിസ്ഫുണ്ട്, എനിക്ക് പകുതി തരണമെന്നാണ്. അപ്പോൾ ഈ സഹോദരിമാർ അമീറുൽ മുഅ്മിനീൻ ഉമറിനോട് പറഞ്ഞു, ഈ മരണപ്പെട്ട സ്ത്രീ ഞങ്ങളെ സഹോദരിയാണ്, അതുകൊണ്ട് ആ സഹോദരിയുടെ സ്വത്തിൽ ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് ഞങ്ങൾക്ക് തരണമെന്നാണ്. സഹോദരിമാർ 2 പേരുണ്ടെങ്കിൽ എത്ര സ്വത്തോരി? അയ്യുഹന്നാസ്, 3/2. ഒരു സഹോദരിയാണെങ്കിൽ പകുതി. ഒരു പെങ്ങൾ മാത്രമാണ് ഒരാക്കിയെങ്കിൽ ഇയാളുടെ സ്വത്ത് പകുതി അവൾക്കാണ്. ഇനി പെങ്ങന്മാർ 1/2 അധികം ഉണ്ടെങ്കിൽ 3/2 3/2 സ്വത്തോരിയാണ്. അപ്പോൾ അത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ സഹോദരിമാർ പറഞ്ഞ്, ഞങ്ങളുടെ സഹോദരിയാണ് മരണപ്പെട്ടത്, അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് പ്രകാരം ഞങ്ങൾക്ക് 3/2 സ്വത്തോരിയാണെന്ന് പറഞ്ഞത്. ഖലാസ്. അല്ല, ഈ മഹദിയുടെ സ്വത്ത് ഓരി വെച്ചാൽ അതിൽ എങ്ങനെയാണ് പകുതിയും 3/2 വരുമോ? 3 2 അല്ലേ? 3 6. 6ൽ പകുതി എത്രയാണ്? 3 അല്ലേ? 3/2 എത്രയാണ്? 6ൽ 3/2 എത്ര? 4. ഇതെങ്ങനെ വരും? അതിൽ 6ൽ ഇത് വരുമോ? ഒരിക്കലും വരില്ല, അസംഭവിയാണ്. എങ്ങനെയാണ് 6ൽ നിന്ന് പകുതി കൊടുക്കുക, 3/2 കൊടുക്കുക? പറ്റുമോ? പറ്റൂല.
ഇത് ഉണ്ടായൊരു കാര്യം പറയാണ്, നമ്മളൊരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല, നടന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതെന്താ വിഷയം? ഉമർ റളിയല്ലാഹുവിൻ്റെ സവിധത്തിലേക്ക് അതേ അമീറുൽ മുഅ്മിനീനായിരിക്കെ രണ്ടാൾ, രണ്ട് കൂട്ടർ വന്ന്, ഒരു ആണ് വന്ന്, രണ്ട് പെണ്ണുങ്ങൾ വന്ന്. ഈ ആണ് പറയുന്നത് എൻ്റെ ഭാര്യ മരണപ്പെട്ടു, അപ്പോൾ അവർക്ക് മക്കളില്ല, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബ് പ്രകാരം അവരുടെ സ്വത്തിൻ്റെ പകുതി എനിക്ക് തരണമെന്നാണ്. അപ്പോൾ കൂടെ വന്ന രണ്ട് സ്ത്രീകൾ പറയാണ്, മരണപ്പെട്ടത് ഞങ്ങളുടെ സഹോദരിയാണ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബ് പ്രകാരം ഞങ്ങൾക്ക് അവരുടെ സ്വത്തിൽ, അവർക്ക് മക്കളില്ല, ഞങ്ങൾക്ക് 3/2 തരണമല്ല, ഞങ്ങൾ അവരുടെ 2 സഹോദരിമാരാണ്, അതുകൊണ്ട് അവരുടെ സ്വത്തിൽ ഞങ്ങൾക്ക് 3/2 ഉണ്ട്, അത് തരണം എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ വിഷയം എന്താ? ഇതൊരിക്കലും വരൂല. കാരണം എന്താ? ഇവരുടെ സ്വത്തിൻ്റെ പകുതി ഭർത്താവിനും പിന്നെ 3/2 സഹോദരിമാർക്കും വരൂല. സാധ്യമല്ല. അത് സാധ്യമാണോ? ഇല്ല. കാരണം എന്താ? ഭർത്താവ് പകുതി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ 3/2 ശേഷിക്കുന്നില്ല. ഇവർ 3/2 എടുത്തിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് പകുതി ശേഷിക്കൂല. അപ്പം എന്ത് ചെയ്യും? അവിടെയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു സഹാബികളോട് കൂടിയാലോചന നടത്തിയല്ല. സഹാബികളോട് കൂടിയാലോചന നടത്തിയിട്ട് ഉമർ എന്ത് ചെയ്തു? ഈ മസ്അലയെ ഔല് ചെയ്തു എന്നാണ്. ഔല് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പിന്നെ ഇതിൽ ഓഹരി എണ്ണം കൂട്ടിയിട്ട് ആളുകൾക്ക് വിഹിതം കുറക്കുക, എന്നിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞെങ്കിൽ അതിനാണ് പിന്നെ ഫറായിദിൽ അൽ ഔൽ എന്ന് പറയും. മസ്അലത്തുൽ ഔൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 7 ഓഹരിയാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? പിന്നെ 3ഉം 4ഉം ഇങ്ങനെ കൊടുക്കുക, അതേപോലെ കൊടുക്കുക. അപ്പോൾ എന്താവും? ഈ 6നെ 7 ആക്കിയിട്ട് 7 വിഹിതമാക്കിയതിന് ശേഷം ഈ പറയപ്പെട്ട 3 ഒരാൾക്ക് കൊടുക്കുക, പിന്നെ 4 ഇവർക്കും കൊടുക്കുക. അപ്പോൾ എന്താവും? മൊത്തത്തിൽ ഉണ്ടാവും ഇവരുടെ സ്വത്തിൻ്റെ ഓഹരിയിൽ കുറവുണ്ടാവും. മനസ്സിലായല്ലേ? ഇതിനാണ് മസ്അലത്തുൽ ഔൽ എന്ന് പറയുക. ഇങ്ങനെ പിന്നെ ഔല് ചെയ്യാം, പിന്നെ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഇപ്പം ഇത് പ്രകാരം പകുതിയും 3/2 ഒരു കണക്കിലുണ്ടല്ലോ, ഇതിനെ 6 അസ്ലുൽ മസ്അല എന്ന് പറയാം. ഇതാക്കിയിട്ട് പകുതി 3, പിന്നെ 3/2, 4 ഇങ്ങനെയാണ് കൊടുക്കുക. പക്ഷെ അത് ഇവിടെ കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതിനെന്ത് ചെയ്യാൻ? കൂട്ടിയിട്ട് പിന്നെ മൊത്തത്തിൽ എന്ത് ചെയ്യും? എല്ലാവർക്കും വിഹിതം കുറയും, അളവ് കുറയും. അങ്ങനെ പകുതി എന്ത് ചെയ്യും? 3, ഈ പറഞ്ഞ 3 ഭർത്താവിന് കൊടുക്കുക, ഈ പറഞ്ഞ 4 എന്ത് ചെയ്യുക? സഹോദരന്മാർക്ക് കൊടുക്കുക. ഇതാണ് മസ്അലത്തുൽ ഔൽ എന്ന് പറയാം. അങ്ങനെ അല്ലാതെ ഈ പ്രശ്നം തീർക്കാൻ പറ്റൂല. ഉമറിൻ്റെ വീഴ്ചയുടെ പ്രകാരം ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഈ കണക്ക് കൊടുത്തു, ഇങ്ങനെ ആക്കി കൊടുത്തു. അതിനാണ് മസ്അലത്തുൽ ഔൽ എന്ന് പറയാം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഈ നിരീശ്വരവാദികളും അതേപോലെ തന്നെ ഇസ്ലാമികിനെ നിരൂപിക്കുന്നവരും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ മുക്കളുണ്ടല്ലോ, അവരൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു വിഷയമാണത്. പിന്നെ എങ്ങനെയാണ് ചില ഇസ്ലാമിൽ ഈ സ്വത്തോരി കൊടുക്കാൻ പറഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണത്. അപ്പം അതിനാണിത് മസ്അലത്തുൽ ഔൽ. അത് ഇജ്മാ അല്ല, ഇജ്മാ അല്ല, ഇജ്മാ ഇല്ല എന്നുള്ളത് കൂടി ആണ് ഇത് തെളിയിക്കുന്നത്. ഇതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വിഷയത്തിലെ പിന്നെ തീരുമാനം. അത് സഹാബികളോട് കൂടിയാലോചന നടത്തിയിട്ടാണ് ഉമർ എടുത്തത്. പക്ഷേ ഈ വിഷയത്തിലും പിന്നെ ഇതിലിപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എടുത്ത ഈ തീരുമാനമാണ് പിൽക്കാലത്ത് ഫുഖഹാക്കളൊക്കെയും എടുത്തിട്ടുള്ളത്. 4 മദ്ഹബിൻ്റെ ഫുഖഹാക്കൾ അവർക്ക് ഈ മസ്അലത്തുൽ ഔൽ ഇതിൽ മാത്രം പരിമിതമല്ല. ഇതുപോലത്തെ കേസുകൾ ഇനിയും വേറെയും കുറേ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഔല് വേണ്ട മസാലകൾ വേറെയുണ്ട്. അവയിലൊക്കെ ഉമർ റളിയല്ലാഹു തആല അൻഹു സഹാബികളോട് കൂടിയാലോചന നടത്തിയിട്ട് ഈ ഔലിൻ്റെ ഈ വിഷയത്തിലൂടെയാണ് അതിന് തീരുമാനം പറയൽ. പക്ഷെ അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഉമറിനോട് എതിരാണ്. ഇബ്നു അബ്ബാസ് ഇതിനൊക്കെ സാക്ഷിയാണ്. പക്ഷേ ഇബ്നു അബ്ബാസ് ഈ അഭിപ്രായത്തോട് യോജിച്ചിട്ടില്ല. പക്ഷേ ഇബ്നു അബ്ബാസ് തൻ്റെ വിയോജിപ്പ് അവിടെ അറിയിച്ചതുമില്ല. കാരണം എന്താ? അമീറുൽ മുഅ്മിനീനാണ്. ഉമറും എന്ന വ്യക്തിയല്ല, അമീറുൽ മുഅ്മിനീനാണ് എന്ത് ചെയ്യണത്? സഹാബികളോട് കൂടിയാലോചിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് അതിന് മറുത്തൊന്നും എതിർ പറഞ്ഞില്ല. പക്ഷെ പിൽക്കാലത്ത് ഉമറിൻ്റെ ഒക്കെ മരണശേഷം
പിന്നെ ഇബ്നു അബ്ബാസ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇതിങ്ങനെയല്ല എന്നുള്ളതാണ്. ഇതിൽ ശരി പിന്നെ അമീറുൽ മുഅ്മിനീൻ അള്ളാഹു മുന്തിപ്പിച്ചവരെ ഈ വിഷയത്തിൽ മുന്തിപ്പിക്കുകയും അള്ളാഹു പിന്തിപ്പിച്ചവരെ ഈ വിഷയത്തിൽ പിന്തിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ഏറ്റവും അടുത്തത് ഈ മസലയിൽ ആരാണ്? അവരുടെ ഭർത്താവാണ്. അതുകൊണ്ട് ഭർത്താവിൻ്റെ പൂർണ്ണ അളവ് കൊടുക്കുക. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനേക്കാൾ അവരിൽ നിന്ന് അകന്നവരാണ് അവരുടെ സഹോദരിമാർ. അവർക്ക് അവരുടെ അകൽച്ചക്കനുസരിച്ച് ബാക്കിയുള്ളത് വീതിച്ച് നൽകുക. അതാണ് ഇബ്നു അബ്ബാസിൻ്റെ പക്ഷം. പിന്നെ മരണപ്പെട്ട വ്യക്തിയോട് ഏറ്റവും അടുത്തവർ അവരെന്നുള്ള അള്ളാഹു മുന്തിപ്പിച്ചത്. അള്ളാഹു മുന്തിപ്പിച്ചവരെ മുന്തിപ്പിക്കുകയും അള്ളാഹു പിന്തിപ്പിച്ചവരെ പിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരുന്നു കരണീയം എന്നായിരുന്നു ഇബ്നു അബ്ബാസ് പറഞ്ഞിരുന്നത്. അതാണ് ശരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയ്യത്തിനോട് ഏറ്റവും അടുത്തവർക്ക് അവരുടെ ഓരി കൊടുക്കുക. മിച്ചം വരുന്നതല്ല, ശേഷിക്കുന്നത് ശേഷക്കാർക്ക് വീതിക്കുക. അതാണല്ലോ ഇപ്പം ഈ അസാബുൽ ഫുറൂദുണ്ട്, അസാബുൽ അസബി ഉണ്ട്. അംശാവകാശികളുണ്ട്, ശിഷ്ടാവകാശികളുണ്ട്. അംശാവകാശികളെ മുന്തിപ്പിക്കുക, അതാണ് നിയമം. പിന്നെ ശേഷിക്കുന്നതാണ് ശിഷ്ടാവകാശികൾക്ക്, അതല്ല നിയമം. ആ രീതി ഇവിടെ പാലിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഇബ്നു അബ്ബാസിൻ്റെ ആ അഭിപ്രായമാണ് കൂടുതൽ ശരി. പക്ഷേ ആ അഭിപ്രായമല്ല എന്ത് ചെയ്ത് അന്ന് മുതൽ ഇന്നോളം ഫുഖാക്കൾ പിന്തുടരുന്നത്. ഫുഖാക്കൾ പിന്തുടരുന്നത് എന്താണ്? ഉമറിൻ്റെ ഈ നിലപാടിനെ. ഏതായാലും അവിടെ ഈ 4 മസലകളുണ്ട് ഇതിൽ അനന്തരാവകാശത്തിൽ. ആ 4ലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വേറിട്ട അഭിപ്രായമാണ്, ബാക്കി സഹാബികൾക്കൊക്കെ വേറൊരു അഭിപ്രായമാണ്. ആ അഭിപ്രായമാണ് ഇന്നോളം എന്ത് ചെയ്തത് ഈ വിഷയത്തിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പുലർത്തി പോകുന്നത്, വിധിയിലൊക്കെ പുലർത്തി പോകുന്നത്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതാണ് എന്ത് അതിൽ കൂടുതൽ ശരിയോടടുത്തത്. ഈ വിഷയത്തിലും അതാണ്. അതെ, ഇബ്നു അബ്ബാസ് പറഞ്ഞതാണ് ഇവിടെ ഭർത്താവിന് സ്വത്തിൻ്റെ പകുതി കൊടുക്കുക, ബാക്കി എന്താണോ വരുന്നത് അത് ഇവർക്ക് വീതിക്കുക. അതോടുകൂടി പെട്ടെന്ന് പ്രശ്നം തീർന്ന്. ഈ മസലത്തുൽ ഔല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷയമാണ്. ചില കേസുകളിൽ അത് ഇതിൽ തന്നെ നമ്മൾ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു വട്ടം കറക്കല്ലേ. നമ്മൾ ഈ അനന്തരസ്തോഹരി വെക്കുമ്പോൾ ചില കേസുകൾ വരുമ്പോൾ ഇങ്ങനെ തലയിൽ നിന്ന് ആവി പറക്കും. അത്ര സങ്കീർണമായ കേസുകളുണ്ട്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഈ ഒരു നിലപാട് അതായിരുന്നുവെങ്കിൽ എളുപ്പമാണ്. ഏറ്റവും അർഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, അവരുടെ അർഹത കൊടുക്കുക. അകന്നവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, അവർക്ക് വീതിച്ചു കൊടുക്കുക എന്നുള്ള നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ അദ്ദേഹത്തിൻ്റെ പക്ഷം ശരിയായ പക്ഷം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ് കൂടുതൽ ശരിയോടടുത്തതെന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. അള്ളാഹുവേ ദീനിൽ ഇദ്ദേഹത്തിന് നീ ഫിഖ് പ്രദാനം ചെയ്യണമേ, പാണ്ഡിത്യം നൽകണമേ, വ്യാഖ്യാനം അദ്ദേഹത്തിന് നീ പഠിപ്പിക്കണമേ എന്നുള്ള ആ ദുആൻ്റെ ബർക്കത്താണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുലുമാത്തിൽ നിന്ന് നൂറിലേക്ക്, അജ്ഞതയിൽ നിന്ന് അറിവില്ലായ്മയിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴി നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രതിഫലനം ഇതാണ്. നമ്മൾ ഈ വിവരക്കേടിൽ അജ്ഞതയിൽ ഉഴലുന്ന വിഷയം ഉണ്ടാവില്ല. നമുക്ക് എന്തുണ്ടാവും? അറിവുണ്ടാകും, നമുക്ക് വിജ്ഞാനവും വിവരവും ഉണ്ടാകും എന്നുള്ളതാണ്. അത് നമുക്കൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യവും അനിവാര്യമായിട്ടുള്ള വിഷയമാണ്. അത് കിട്ടാൻ അതാണ് ലിയുഖ്രിജകും മിന ദുലുമാതി ഇലൻ നൂർ. അതിനെന്ത് വേണം? അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത് ഉണ്ടാകണം, മലക്കുകളിൽ നിന്നുള്ള സലാത്ത് ഉണ്ടാകണം. ആ സലാത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മളിൽ നിന്ന് എന്ത് വേണം? ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹു മുസ്തആൻ. തയ്യിബ് ലിയുഖ്രിജകും മിന ദുലുമാതി ഇലൻ നൂർ. തയ്യിബ് വകാന ബിൽ മുഅ്മിനീന റഹീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വകാന അള്ളാഹു ആകുന്നു, അവനാകുന്നു, ബിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളോട് റഹീമൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ളവൻ, കരുണയുള്ളവൻ. ഇവിടെ വകാന റഹീമൻ ബിൽ മുഅ്മിനീൻ എന്ന് പറയാതെ വകാന ബിൽ മുഅ്മിനീന റഹീമ എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട്? ഒന്ന് ഘടനാപരമായി
ഈ ആയത്തിൻ്റെ ഘടന നോക്കി നിങ്ങൾ. ബികുല്ലി ഷൈഇൻ അലീമ ദിക്റൻ കസീറ ബുക്റതൻ വ അസീല. അതേപോലെ റഹീമ, ആ ഒരു ആയത്തിൻ്റെ അവസാന ഭാഗങ്ങൾ ഒരേ കുറവയിൽ വരാനുള്ള ഒരു ഇതാണ്. അതിനപ്പുറം ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം അള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടല്ലോ. അള്ളാഹിൻ്റെ റഹ്മത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അള്ളാഹിൻ്റെ റഹ്മത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, അള്ളാഹിൻ്റെ റഹ്മത്ത് വിപുലമാണ്, വിശാലമാണ്. അത് അള്ളാഹ്ക്ക് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെയുള്ള വിഷയമാണ് അല്ലേ, ഒരുപോലെയുള്ള വിഷയമാണ്. എല്ലാവർക്കും അള്ളാഹിൻ്റെ റഹ്മത്തുണ്ട്. പക്ഷേ ഈ റഹ്മത്ത് ആർക്ക് മാത്രമുള്ളതാണ്? അള്ളാഹ്ക്ക് വഴിപ്പെട്ടവർക്ക് മാത്രമുള്ള റഹ്മത്താണ്. അതുകൊണ്ടാണ് പിന്നെ മുഅ്മിനീങ്ങൾക്ക് മാത്രം റഹ്മത്ത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഈ പ്രയോഗം. വകാന ബിൽ മുഅ്മിനീന റഹീമ. ഈ റഹ്മത്ത് അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ അതുണ്ട്. അള്ളാഹിൻ്റെ റഹ്മത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് യുദ്ഖിലു മൻ യശാഉ ഫി റഹ്മതി എന്നാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ പ്രവേശിപ്പിക്കുന്നതാണ്. യുദ്ഖിലു മൻ യശാഉ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ പ്രവേശിക്കും. ഫി റഹ്മതി എന്നാണ്. എവിടേക്ക്? തൻ്റെ റഹ്മത്തിലേക്ക്. അതൊരു പ്രത്യേക റഹ്മത്താണ്. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും റഹ്മത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹിൻ്റെ റഹ്മത്തുണ്ട്. പക്ഷേ അള്ളാഹിൻ്റെ റഹ്മത്ത് ഖാസായതുണ്ട്, പ്രത്യേകമായതുണ്ട്. അത് അള്ളാഹു മുഅ്മിനീങ്ങൾക്കേ കൊടുക്കൂ. അതെന്താ ആ റഹ്മത്ത്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ നൽകുന്ന അള്ളാഹിൻ്റെ തൗഫീഖാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണനയാണ്. അള്ളാഹു നൽകുന്ന വിജ്ഞാനമാണ്. അള്ളാഹു നൽകുന്ന പ്രത്യേക സഹായമാണ്. ഇതൊക്കെ അള്ളാഹിൻ്റെ പ്രത്യേകം മുഅ്മിനീങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. അറിവ്, ഹിദായത്ത്, തൗഫീഖ്, ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്ത്. പിന്നെ ആ റഹ്മത്ത് കിട്ടിയവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നരകത്തിലിടൂല, അവർക്ക് സ്വർഗം വിലങ്ങൂല. അപ്പം അങ്ങനെയുള്ള അള്ളാഹിൻ്റെ റഹ്മത്ത് അതാണ്. വകാന ബിൽ മുഅ്മിനീൻ വകാന റഹീമൻ, അള്ളാഹു റഹീമാകുന്നു ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് എന്നാണ്. പക്ഷെ ഇവിടെ റഹീം എന്നുള്ള പിന്തിപ്പിക്കാൻ കാരണം ഈ റഹ്മത്ത് പ്രത്യേക റഹ്മത്താണ്. അത് വിശ്വാസികൾക്ക് മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയുന്ന റഹ്മത്താണ്, വിശ്വാസികൾക്ക് മാത്രം. അതുകൊണ്ടാണ് പിന്നെ ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് മുസ്നദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെയും കൊണ്ട് ഒരു വഴിയെ പോവുകയാണ്. ഒരു വഴിയെ പോകുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ ഒരു സൈന്യം പോകുമ്പോൾ ഒരു കുട്ടി കളിക്കുന്നുണ്ട്. ചെറിയൊരു കുട്ടി വഴിയിൽ കളിക്കുകയാണ്. ഉമ്മൻ്റെ ശ്രദ്ധയിൽ നിന്ന് തെറ്റിയിട്ടാണ് വഴിയിൽ കളിക്കുന്നത്. അപ്പോൾ ഈ പുരുഷാരം ഒന്നായിട്ട് പോകുമ്പോൾ ഈ കുട്ടി വഴി കളിക്കും എന്താ ഉണ്ടാവുക? അവരുടെ പിന്നെ കാൽക്കീഴിൽ ഇത് പെട്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യാണ്, ഇവർ സൈന്യം അടുത്തു. അപ്പോഴാണ് ഇമ്മ ശ്രദ്ധിക്കണത് കുട്ടി. അപ്പോൾ ഓടി വന്ന് ഈ കുട്ടീനെ ഉമ്മ എടുത്തതാണ്. ഓടി വന്നിട്ട് ഉമ്മ ഈ കുട്ടീനെ വാരിയെടുത്ത് ഇബിനി എന്ന് പറഞ്ഞിട്ട് എടുത്തു എന്നാണ്. എൻ്റെ കുട്ടി പറഞ്ഞിട്ട് എടുത്തു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ പറഞ്ഞു, പിന്നെ യാ റസൂലല്ലാഹ്, ഈ സ്ത്രീ ഒരിക്കലും അവളുടെ കുഞ്ഞിനെ തീയിലിടൂല എന്ന് പറയണം, തീയിലേക്ക് എറിയില്ല എന്ന് പറയണം. ഈ സ്ത്രീ ഒരിക്കലും അവരുടെ കുഞ്ഞിനെ തീയിലേക്ക് എറിയില്ല എന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലല്ലാഹു താരിഹൻ ഹബീബഹു ഫിന്നാർ, അള്ളാഹു ഒരിക്കലും തൻ്റെ ഹബീബിനെ തീയിലേക്ക് എറിയില്ല എന്ന് പറയണം. അള്ളാഹു ഒരിക്കലും തൻ്റെ ഹബീബിനെ തീയിലേക്ക് എറിയില്ല എന്ന് പറയണം. അള്ളാഹിൻ്റെ ഹബീബാരെ അവിടെ വിശ്വാസികളെ അള്ളാഹു ഒരിക്കലും തീയിലേക്ക് എറിയില്ല. അള്ളാഹിൻ്റെ കാരുണ്യം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഹബീബിനെ അള്ളാഹു തീയിലേക്ക് എറിയില്ല, കാരണം അള്ളാഹിൻ്റെ റഹ്മത്തിന് പാത്രീഭൂതനാണ് എന്നുള്ളത് കൊണ്ടാണ്. വേറൊരു സംഭവത്തിൽ അതാണ് എല്ലാവർക്കും പ്രസിദ്ധമായിട്ടുള്ളത്. പിന്നെ വിശുദ്ധ മദീനയിലേക്ക് ഒരു സംഘം സബി വന്നു എന്നാണ്. സബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധബന്ദികൾ വന്നു എന്നാണ്. അങ്ങനെ ആ യുദ്ധബന്ദികൾ വന്ന് മദീനയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ തത്രപ്പെട്ട് ഓടി വന്നു എന്നാണ്. അവരിങ്ങനെ തെരഞ്ഞു ഓടി വന്നു എന്നാണ്. അങ്ങനെ തെരഞ്ഞു ഓടി വന്നിട്ട് കാരണം അവരുടെ കുട്ടി അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഓടി വന്നിട്ട് എന്ത് ചെയ്തു, ഈ സ്ത്രീ ഇങ്ങനെ തെരഞ്ഞു വന്നിട്ട് കുട്ടീനെ കണ്ടപ്പോൾ വേഗം കുട്ടീനെ എടുത്തിട്ട് അവർ പാൽ കൊടുക്കുകയാണ്. അപ്പോൾ ചില ഹദീസുകളിൽ കാണാം, പിന്നെ കുട്ടീനെ കാണാത്ത അവസ്ഥ വന്നു. അതിന് മുമ്പ് കുട്ടിക്ക് പാലും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മാറിടം ഈ പാല് കനത്തിട്ട് കടയുന്നുണ്ട്. അതുകൊണ്ട് വേഗം അവർ പാല് കിട്ടുകയാണെന്ന് പറഞ്ഞു.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് പറഞ്ഞു എന്നാണ്, ഇവരുടെ കുഞ്ഞിനെ തീയിലേക്കിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല. അപ്പോൾ റസൂൽ പറയാണ് ലല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ. ഈ ഉമ്മക്ക് കുട്ടിനോടുള്ള സ്നേഹത്തെ കാരുണ്യത്തെക്കാൾ വലിയ കാരുണ്യം അള്ളാഹുവിന് ആരോടുണ്ട്? അള്ളാഹിൻ്റെ ദാസന്മാരോടുണ്ട്. ആ ദാസന്മാരാര്? വിശ്വാസികളാണ്. അത് അള്ളാഹിൻ്റെ പ്രത്യേക റഹ്മത്തിൻ്റെ വിഷയമാണ്. അതാണ് ഇവിടെ ഉദ്ദേശം. വക്കാന ബിൽ മുഅ്മിനീന റഹീമ, പ്രത്യേകമായ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതാണ് ഇവിടെ ഉദ്ദേശം. വിശ്വാസികളോട് മുഅ്മിനീങ്ങളോട് അള്ളാഹു റഹീമാകുന്നു. ഹലാസ്.